നീ ശരിക്കും ഒരു കില്ലാടിയാ. ഡിവോഴ്സ് കിട്ടാതെ നീ തടഞ്ഞു. അടുത്തത് എന്താ ചെയ്യാൻ പോകുന്നേ? ഞാനിപ്പോ ഈ സക്സസ് എൻജോയ് ചെയ്തോണ്ടിരിക്കുക. നെക്സ്റ്റ് എന്ത് ചെയ്യണോന്ന് ഇതുവരെ ആലോചിച്ചില്ല. എത്രയും പെട്ടെന്ന് ആലോചിക്കേ. ഇവര് ചിലപ്പോ നാളെ തന്നെ നിന്നെ കോടതിയിലേക്ക് കയറ്റും. അത് അത്ര പെട്ടെന്ന് നടക്കില്ല. നമുക്ക് ഇനിയും സമയമുണ്ട്. അഖിലിന് നിന്നോട് വളരെയധികം ദേഷ്യമുണ്ട്. നീ ഇങ്ങനൊരു നാടകം കളിച്ച കാര്യം വസു അഭിയങ്ങാൻ അറിഞ്ഞ ചിലപ്പോ ഇന്ന് തന്നെ നിന്നെ കോടതി കയറ്റിന്ന് വരും. അവർക്ക് ആ ചാൻസ് കൊടുക്കില്ല ആന്റി. ഇനി അങ്ങോട്ടുള്ള എന്റെ പ്ലാനുകൾ എങ്ങനെയായിരിക്കും എന്നറിയോ? പെർമനന്റ് ആയിട്ട് ഞാൻ ഇവിടെ നിൽക്കുന്നത് പോലെ ആയിരിക്കും. എന്തിന്? പാതി സ്വത്തും വാങ്ങി നിനക്കങ്ങ് പോയാ പോരെ? എനിക്ക് മുഴുവൻ സ്വത്തും വേണം. എന്നെ എങ്ങനെ ഇവിടെ നിന്ന് പുറത്താക്കിയോ അതുപോലെ എല്ലാവരെയും എനിക്ക് പുറത്താക്കണം. ഉടു തുണിയോടെ പുറത്താക്കണം. അപ്പോഴേ എന്റെ പക തീരൂ. നീ നിന്റെ പക വളർത്തിക്കൊണ്ടിരിക്കുകയാണല്ലേ. മെയിൻ വില്ലത്തിയായി. നിന്നെ കാണുമ്പോ എനിക്ക് തന്നെ ഇപ്പൊ പേടി തോന്നാടി. ഓക്കെ സാർ, താങ്കൾ എങ്ങനെ പറയുന്നു അതുപോലെ തന്നെ പേയ്മെന്റ് ഇട്ടേക്കാം. നാളെ തന്നെ സാറിന് പേയ്മെന്റ് വന്നിരിക്കും. യാ അതെ, ഓക്കെ സാർ, ബൈ. ഏട്ടാ ഏട്ടാ, എന്താ ബി? നമ്മുടെ റാവു സാറിന് കുറച്ച് പേയ്മെന്റ് കൊടുക്കണം. ക്യാഷ് ആയിട്ട് കിട്ടിയാൽ കൊള്ളാന്നാ പറയുന്നത്. ഏട്ടൻ ബാങ്കിലേക്ക് പോയി ഒന്ന് വിഡ്രോ ചെയ്തുകൊണ്ട് വരാമോ? ശരി ബി. താങ്ക്സ് ഏട്ടാ. അഖിലിനെ ഒരു പ്രാവശ്യം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കില്ലേ അബി? ശരി ഏട്ടാ, കോർട്ട് ഇഷ്യൂ കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് കൊണ്ടുപോവാം. ഈ പ്രാവശ്യമെങ്കിലും എല്ലാം നന്നായിട്ട് നടന്നിരുന്നെങ്കിൽ എല്ലാവർക്കും സമാധാനമായിട്ട് ജീവിക്കായിരുന്നു. അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ആലോചിക്കണ്ട അമ്മേ. അല്പം താമസിച്ചാലും നമുക്ക് നീതി കിട്ടുക തന്നെ ചെയ്യും. ഏയ് എഴുന്നേക്ക്. എന്തിന്? എന്റെ ഭർത്താവിനെ നീ എന്തിനാ പരിചരിക്കുന്നേ? എഴുന്നേറ്റ് പോ ഇവിടുന്ന്. പറ്റില്ല. അഖിലേട്ടനെ പരിചരിക്കാനാ ഞാൻ ഇവിടെ വന്നത്. നീ പരിചരിക്കാൻ വന്നതോ അതോ അഖിലിനെ നിന്റെ വലയിൽ വീഴ്ത്താൻ വന്നതോ? കാർത്തികേ, എന്തിനാ അമ്മ ദേഷ്യപ്പെടുന്നത്? അമ്മയുടെ മുൻപിൽ വെച്ച് അഖിലിനോട് ഇവിടെ കൊഞ്ചി കൊഴയുന്നത് അമ്മ കാണുന്നില്ലേ? വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കുക കാർത്തിക. വേണ്ടാത്തത് പറഞ്ഞ ആരാണെന്നൊന്നും നോക്കില്ല. നിങ്ങൾ എന്നെ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു എടത്തി. എന്നെ മാറ്റി നിർത്തി നിങ്ങളുടെ സഹോദരിയെ കൊണ്ട് അഖിലിനെ കെട്ടിക്കാനല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഞങ്ങൾക്ക് ശരിക്കും അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ സ്ഥാനത്ത് നന്ദിനിയായിരിക്കും ഈ വീട്ടിൽ മരുമകളായി ഉണ്ടായിരിക്കുക. അതല്ലേ ഞാനും ഇപ്പൊ പറഞ്ഞത്. എന്നെ പുറത്താക്കി നന്ദിനിയെ ഇവിടത്തെ മരുമകളാക്കാനല്ലേ അമ്മയുടെ പ്ലാൻ? നിന്റെ ഇഷ്ടത്തിന് തോന്നിവാസം പറയരുത് കാർത്തിക. നീ മര്യാദയ്ക്ക് അഖിലേട്ടനെ നോക്കിയിരുന്നെങ്കിൽ എനിക്കിവിടെ വരേണ്ട കാര്യമില്ലായിരുന്നു. അപ്പൊ നീ എന്താ പറഞ്ഞു വരുന്നേ? ഞാൻ എന്റെ ഭർത്താവിനെ നോക്കുന്നില്ലെന്നോ? അതെ, അഖിലേട്ടനെ നീ ശരിക്കും നോക്കാത്തത് കൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. നീ ആരടി എന്റെ സ്ഥാനത്ത് വന്ന് നിൽക്കാൻ? ഡിവോഴ്സ് ആകുന്നത് വരെ ഇതെന്റെ ഭർത്താവാണ്. അഖിലേട്ടന്റെ കാല് ശരിയാവുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. മര്യാദയ്ക്ക് നീ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോയില്ലെങ്കിൽ കഴുത്തിന് പിടിച്ച് പുറത്താക്കും. ആരുടെ കഴുത്തിന് പിടിച്ച് പുറത്താക്കുമെന്ന്? ആദ്യം നീ ഇറങ്ങി പോടി വൃത്തിയിട്ടവളെ. നിന്റെ ഈ ഓഞ്ഞ മുഖം കാണുന്നതിന് എനിക്ക് വെറുപ്പാ. അതെ, പുതിയൊരാളെ കിട്ടിയല്ലോ. പഴയ ഭാര്യയെ കാണുമ്പോ വെറുപ്പ് തോന്നും. വെറുതെ അനാവശ്യം പറയരുത് കാർത്തിക. മര്യാദയ്ക്ക് സംസാരിക്കണം. നീ ആരടി എന്നെ മര്യാദ പഠിപ്പിക്കാൻ?
എടി നീ എന്താ ഈ ചെയ്തേ? ഇവക്കെന്തോ പ്രാന്തായിന്നാ എനിക്ക് തോന്നുന്നത്. എന്തിനാ എങ്ങനെയൊക്കെ പെരുമാറുന്നേ? നിങ്ങളാണല്ലോ അവളെ പ്രേതത്തെ പോലെ പിടിച്ചു വെച്ചിരിക്കുന്നത്. എന്നെ തല്ലുന്നോ? വാ തുറന്ന വീണ്ടും തല്ലും. നീ എന്ത് ചെയ്യും? കാർത്തിക, നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാ നന്ദിനിയുടെ മേലിൽ കൈവച്ചത്? ഗർഭിണിയാണെന്ന് പോലും നോക്കാതെ നിങ്ങൾ എന്നെ മുഖത്ത് തല്ലിയല്ലേ? നീ പ്രഗ്നന്റ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ടാ ഒറ്റ അടിയിൽ ഒതുക്കിയത്. ഇല്ലെങ്കിൽ നിന്റെ 2 ചകിട് മാടിച്ചു പൊളിച്ചിനെ. മര്യാദക്ക് നന്ദിനിയോട് സോറി പറയും. എന്തിന്? എന്താ പറഞ്ഞത് കേട്ടില്ലേ? നന്ദിനിയോട് സോറി പറയാൻ. ഞാൻ പറയില്ല. ഇപ്പൊ നീ പറഞ്ഞില്ലെങ്കിൽ നിന്റെ കൈയും കാലും തല്ലി ഒടിച്ച് ഇവിടുന്ന് പുറത്താക്കും. എന്താ പേടിപ്പിക്കാണോ നിങ്ങള്? എന്റെ ദേഹത്ത് കൈവച്ചാ വീട്ടില് പോലീസ് വരും. വസുന്ധര, ഇപ്പൊ തന്നെ അവളുടെ കഴുത്തിന് പിടിച്ച് പുറത്താക്കുക. ആരാ വരുന്നെന്ന് ഞാൻ കാണട്ടെ. തെറ്റ് ചെയ്തവും പോരാഞ്ഞിട്ട് നന്ദിനിയെ തല്ലുകയും ചെയ്തിട്ട് വായി തോന്നിയെല്ലാം വിളിച്ചു പറയുവാണോ? വസുന്ധര, അവളെ പിടിച്ച് പുറത്താക്ക്. ഐ സെഡ് ഗെറ്റ് ഔട്ട്. വേണ്ട ബി, അവൾ അറിയാതെ ചെയ്തു പോയതാ. വിട്ടേക്കേ. അറിയാതെ ഒന്നുമല്ല, എല്ലാരും കണ്ടോണ്ടിരിക്കല്ലേ. മനഃപൂർവ്വം തന്നെ പ്രശ്നം ഉണ്ടാക്കിയത്. എടി, നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്? നന്ദിനിയോട് മര്യാദയ്ക്ക് ക്ഷമ ചോദിക്കാൻ പറഞ്ഞില്ലേ? ഇനി എന്തിനാ അവളോട് സംസാരിക്കുന്നേ? പിടിച്ച് പുറത്താക്ക് വസു. അന്ന് നന്ദിനിയെ കിഡ്നാപ്പ് ചെയ്തു, ഇന്ന് അവളെ ചെകിട്ട് തടിച്ചു. കാർത്തികയ്ക്ക് മാപ്പ് കൊടുക്കാൻ പാടില്ല. ഇപ്പൊ തന്നെ അവളെ പുറത്താക്കണം. ഞാൻ പറയുന്നത് കേൾക്ക്. സോറി പറ. ഭാവന ചേച്ചിക്ക് ഇല്ലാത്ത വേദന കുഞ്ഞമ്മയ്ക്ക് എന്തിനാ? കാർത്തിക സോറി പറഞ്ഞില്ലെങ്കിൽ വിട്ടേക്കണം. എന്തിനാ അവളോട് യാചിക്കുന്നേ? നീ ഒന്നും മിണ്ടാതിരിക്ക്. കാർത്തിക പറഞ്ഞേ. ഞാൻ പറയുന്നത് കേൾക്ക്. ഞാൻ എന്തിനാ പറയുന്നൊന്ന് മനസ്സിലാക്ക്. പറയാനല്ലേ പറഞ്ഞേ? സോറി. ആവശ്യമില്ല, ഇറങ്ങി പോടി ഇവിടുന്ന്. അവള് സോറി പറഞ്ഞല്ലോടാ. അറിയാതെ തെറ്റ് പറ്റിപ്പോയതാ. വിട്ടേക്ക്. നീ ഇങ്ങോട്ട് വന്നേ. വാ. ആന്റി, വാടി ഇങ്ങോട്ട്. നിനക്ക് കുറച്ചെങ്കിലും വിവരമുണ്ടോ? വന്ന് ഈ സമയത്താണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നേ. എല്ലാ നന്ദിനി കാരണോ? അവൾ എന്റെ ജീവിതം നശിപ്പിച്ചോണ്ടിരിക്കയാണ്. അതെ, നീ ആദിത്യം കാരണം ഗർഭിണിയായതിന് ഒരു കുഴപ്പമില്ലല്ലേ? ആന്റി, പിന്നെന്തിനാ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? കുടുംബത്തിലുള്ളവരുടെ കൈയും കാലും പിടിച്ച് ഡിവോഴ്സ് വരാതിരിക്കാൻ നോക്കുന്നതിന് പകരം കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നു നീ. ഞാൻ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പോഴേക്കും വസു നിന്നെ ഈ വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കിയനെ. എങ്കിൽ പോലീസ് ഇവിടെ വന്ന് അവരെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. അബി ഇവിടെ ഉള്ളിടത്തോളം ഒരു പോലീസിനും വസുന്ധരെ തൊടാൻ പറ്റില്ല. ഒട്ടും വിവരമില്ലാത്ത പോലെ നിന്റെ സംസാരം. ഈ വീട്ടിൽ നിന്നെ രക്ഷിക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് അബിയും വസും മാത്രമാ. അങ്ങനെയുള്ളപ്പോ അവരോട് തന്നെ നീ പ്രശ്നം ഉണ്ടാക്കിയ? നിനക്ക് ജീവിക്കണമെന്നൊന്നുമില്ലേ? അവരോടുള്ള പക തീർക്കാൻ ആഗ്രഹമുണ്ട്. അതിന് പറ്റിയ സമയമൊന്നും ഇതല്ല. നീ കുറച്ചെങ്കിലും ഒന്ന് ക്ഷമിക്കാൻ പഠിക്കേ. ആദ്യം ഡിവോഴ്സിന്റെ കാര്യം തടയണം. അതിനുശേഷം നീ എന്ത് വേണേലും ചെയ്തോ. പക്ഷെ അതുവരെ നിന്റെ തിരുവായ നടച്ച് മിണ്ടാതിരിക്കെ. ഇപ്പൊ ഇവർക്ക് കുഴപ്പമൊന്നുമില്ല, ഉടനെ ഡിസ്ചാർജ് ചെയ്യാം. ഡിവോഴ്സ് കിട്ടുന്നവരേക്കും നിങ്ങളുടെ വീട്ടിൽ താമസിക്കാനുള്ള അവകാശം ഇവർക്കും ഉണ്ട്.
വെറുതെ അനാവശ്യം പറയരുത് കാർത്തിക. മര്യാദയ്ക്ക് സംസാരിക്കണം. നീ ആരടി എന്നെ മര്യാദ പഠിപ്പിക്കാൻ? എന്താണോ താൻ വല്ലാതിരിക്കുന്നത്? ആ വിവാഹമോചനം കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അഖിലിനോടൊപ്പം ഇവിടെയുള്ള എല്ലാവർക്കും സമാധാനം കിട്ടിയേനെ. പക്ഷെ കാർത്തിക പ്രശ്നങ്ങളൊക്കെ വീണ്ടും വീണ്ടും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. എനിക്കെന്തോ കാർത്തിക വിഷം കുടിച്ചതും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരു നാടകമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ ഏട്ടാ പറഞ്ഞു വരുന്നേ? അഖിലിൻ്റെ അടുത്ത് അവൾക്ക് യഥാർത്ഥ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ കാർത്തിക വീട്ടിൽ വെച്ച് തന്നെ വിഷം കുടിക്കുമായിരുന്നു. അഖിലിനെ പിരിയാൻ അവൾക്ക് ഇഷ്ടമില്ലായിരുന്നെങ്കിൽ ഡിവോഴ്സിന് ശേഷം അവൾ വിഷം കഴിക്കുമായിരുന്നു. പക്ഷേ കോടതിയിൽ വെച്ച് എന്തിനാണ് അവളിത് ചെയ്ത്? ശരിയാ ഏട്ടാ. അപ്പോ കാർത്തിക നേരത്തെ എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു. മനഃപൂർവ്വം കോർട്ടിൽ വെച്ച് വിഷം കുടിച്ച് വിവാഹമോചനം തടയാനുള്ള ശ്രമം നടത്തുകയായിരുന്നു. വിവാഹമോചനം തടയാൻ വേണ്ടി കാർത്തിക ചിലപ്പോൾ അങ്ങനെ ഒരു നാടകം കളിച്ചതായിരിക്കാം. അവൾ കോടതിയിൽ വെച്ച് കുടിച്ചത് വിഷമാകാൻ വഴിയില്ല. പിന്നെ ഹോസ്പിറ്റലിലെ ഡോക്ടർ പറഞ്ഞതോ? കാർത്തികയുടെ കണ്ണിങ് മെൻറ്റാലിറ്റി വെച്ച് ഹോസ്പിറ്റലിലുള്ള ഡോക്ടേഴ്സിനെ മാനേജ് ചെയ്യുന്നത് വലിയ കാര്യമൊന്നുമല്ല. ഇത് സത്യമാണെങ്കിൽ കാർത്തികയെ വെറുതെ വിടാൻ പാടില്ല ഏട്ടാ. ഇതാണ് സത്യമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എന്താ ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ ഇത്രയൊക്കെ നടന്നിട്ടും കാർത്തികയുടെ ഉള്ളിൽ ഒരു ചെറിയ ഗിൽറ്റി ഫീലിംഗ് പോലുമില്ല. എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിൽക്കണമെന്നും സ്വത്ത് അപഹരിക്കണം എന്നുള്ള ചിന്തയുള്ളതല്ലാതെ ചെയ്ത തെറ്റിനെക്കുറിച്ച് ഓർത്ത് അവൾ ഒട്ടും പശ്ചാത്തപിക്കുന്നില്ല. ശരിയാ ഏട്ടാ. കാർത്തികയ്ക്ക് അധികാരം വേണമെന്നുള്ള പിടിവാശിയും പ്രതികാരവും അല്ലാതെ അല്പം പോലും അവൾ പശ്ചാത്തപിക്കുന്നില്ല. തെറ്റ് ചെയ്തിട്ടും അവൾ അതിനെ ന്യായീകരിക്കുക. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ കാർത്തിക വിവാഹമോചനത്തിലുള്ള പ്രോസസ്സ് നീട്ടിവെക്കാനാണ് ശ്രമിക്കുന്നത്. എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് നമ്മളെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ട് നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുക. അവൾ അങ്ങനെ ചെയ്താ നമ്മളെന്താ വെറുതെ ഇരിക്കണമെന്നാണോ? എങ്ങനെയെങ്കിലും അവളെ ഇവിടുന്ന് പുറത്താക്കണം ഏട്ടാ. കാർത്തികയുടെ ഉള്ളിൽ ചെറിയൊരു അഹങ്കാരം ഞാൻ കാണുന്നുണ്ട് വസുന്ധര. അത് വളരെ ആപത്താണ്. ഡയറക്റ്റായിട്ട് സുമംഗലി ഇളയമയും ഇൻഡയറക്റ്റായിട്ട് ദമയന്തിയും കാർത്തികയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാർത്തികയെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് അവർക്കെന്ത് പ്രയോജനം ഉള്ളത് ഏട്ടാ? അതാണ് നമുക്കും അറിയേണ്ടത്. അതിനുമുമ്പ് ആദ്യം കാർത്തികയുടെ മോട്ടീവ് എന്താണെന്ന് നമുക്കറിയണം. ഞാനത് മനസ്സിലാക്കി എടുക്കും ഏട്ടാ. അത് ഉറപ്പായിട്ട് കണ്ടുപിടിക്കും. എനിക്കറിയില്ല വസുന്ധര. സ്വത്ത് വരുന്നതുവരെ നമുക്ക് ഫിനാൻഷ്യൽ പ്രശ്നമായിരുന്നു. എന്നാൽ അത് വന്നതിന് ശേഷം പ്രതീക്ഷിക്കാത്ത മറ്റ് ചില പ്രശ്നങ്ങൾ. സത്യത്തിൽ പണം എന്ന് പറയുന്നത് ഒരു കണക്കിനൊരു ശാപമാണ്. പണത്തിന് വേണ്ടി കുറുക്കു വഴികൾ കണ്ടെത്തുന്ന കാർത്തികയെ പോലുള്ള ആൾക്കാർ പണത്തിനെ ഒരു ശാപമാക്കി മാറ്റുകയാണ്. എന്തൊക്കെ സംഭവിച്ചാലും കാർത്തികയെ വെറുതെ വിടാൻ പാടില്ല. കഴിയുന്നതും വേഗത്തിൽ അവളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം. വീട്ടിലെല്ലാരും അവരവരുടെ പ്രശ്നങ്ങളായിട്ട് നടക്കുക. പച്ചക്കറി അല്ലാതെ ചിക്കനും മട്ടനും പോലും ഉണ്ടാക്കുന്നില്ല. നോൺ വെജ് കഴിക്കാതെ എന്റെ നാവൊക്കെ കല്ലായിട്ടിരിക്കുക. അതുകൊണ്ടാ ആരും അറിയാതെ ഞാൻ ലെഗ് പീസ് ഓർഡർ ചെയ്തത്. പക്ഷെ അവരെന്താ ഇതുവരെ കൊണ്ടുവരാത്തത്? മാഡം എത്തിയോ? എത്രയായി? 220 മാഡം. പിടിച്ചോ. കാണിച്ചു തരാം. അമ്മേ 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 ആ അമ്മേ, സുമംഗലി മുത്തശ്ശി പുറത്തുനിന്ന് എന്തോ കഴിക്കാൻ വാങ്ങിക്കൊണ്ടുവന്നിരിക്കുന്നു. ആ എന്താ വാങ്ങിച്ചത്? ചിക്കനോ മട്ടനോ മറ്റോ ആയിരിക്കും അമ്മേ. എഴുന്നേറ്റ് വാ അമ്മേ, നോക്കാം. വാ അമ്മേ. വരുന്നടാ.
നിന്റെ വയറിന് കുളിർമയായിരിക്കും. ആരെങ്കിലും വരുന്നതിന് മുന്നേ ഇത് മൊത്തത്തിൽ കഴിച്ചു തീർക്കണം. കൈ കഴുകിയിട്ട് വരാം. നിങ്ങൾ മാത്രം ഒറ്റയ്ക്ക് കോഴി പൊരിച്ചത് കഴിക്കാമെന്ന് വിചാരിച്ചോ കുഞ്ഞമ്മേ? ഇപ്പൊ കാണിച്ചു തരാം. എടാ കിട്ടു, പാടാ. ചിക്കൻ പൊരിച്ചത് കഴിച്ചു കുഞ്ഞമ്മേ. അതെനിക്ക് വേണ്ടി വാങ്ങി വെച്ചതാ. അങ്ങനെയാണോ? ഞങ്ങൾക്ക് വേണ്ടി വാങ്ങിച്ചെന്ന് കരുതിയാ കഴിച്ചു പോയത്. അല്ലേടാ കിട്ടു? നിങ്ങൾക്കൊക്കെ വാങ്ങി വെക്കാൻ എനിക്ക് എന്താ ഭ്രാന്താണോ? അപ്പൊ ചിക്കൻ വാങ്ങിക്കൊണ്ടുവന്നത് ഞങ്ങൾക്കല്ലേ മുത്തശ്ശി? നിങ്ങൾക്ക് മാത്രമാണോ? അതേടാ, കഴിച്ചിട്ട് കുറെ കാലമായതുകൊണ്ട് ഞാൻ ചിക്കൻ വരുത്തിയതാ. പിശാചുക്കളപ്പോൾ അതെടുത്ത് കഴിച്ചിട്ട് എല്ലാം മാത്രം ബാക്കി വെച്ചു. ഇപ്പൊ തന്നെ ഞാൻ എല്ലാരോടും പോയി പറയും. എന്തോന്ന് പറയും കുഞ്ഞമ്മേ? ആരും അറിയാതെ ചിക്കൻ പൊരിച്ചത് വാങ്ങിച്ചു പറയോ? അങ്ങനെ പറഞ്ഞാലേ അഭിമാമൻ ചുമ്മാ ഇരിക്കുവോ? ഞങ്ങള് നിങ്ങൾക്ക് ഭക്ഷണം തരുന്നില്ലേ? എന്തിനാ കള്ളത്തരത്തിൽ ചിക്കൻ വാങ്ങിച്ചെന്ന് ചോദിച്ചിട്ട് വല്യമ്മ നിങ്ങളെ വഴക്ക് പറയില്ലേ? വഴക്കു പറയുന്ന മാത്രമല്ല, ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യും മുത്തശ്ശി. അയ്യോ പാവം. അപ്പൊ മുത്തശ്ശി എന്ത് ചെയ്യും മോനെ? വേറെ എന്ത് ചെയ്യും? ആ പ്ലേറ്റും എടുത്തോണ്ട് ഓരോ വീടും കയറി ഭിക്ഷ യാചിക്കും. പിശാചുക്കളെ പോലെ എന്നെ ചിക്കൻ എടുത്ത് തിന്നത് പോരാഞ്ഞിട്ട് എന്നെ കുറ്റം പറയുന്നോ? നിങ്ങളൊന്നും മനുഷ്യന്മാരല്ല, പിശാചുക്കളാ. ദാ നോക്ക്, ഞങ്ങൾ ഒരു തവണ പ്രയത്തിന്റെ വേഷമിട്ട് വന്നപ്പോഴേ നിങ്ങൾ പേടിച്ചോടി. വീണ്ടും ഞങ്ങൾ അതുപോലെ വരട്ടെ കുഞ്ഞമ്മേ? ഈ പ്രാവശ്യം മുത്തശ്ശിയുടെ ഹൃദയം പൊട്ടിത്തെറിക്കും. നമുക്ക് നോക്കാം അമ്മേ. എന്നെ കൊല്ലാനാണോടാ നിന്റെയൊക്കെ പ്ലാൻ? അപ്പൊ ഞങ്ങളെ കുറിച്ച് എല്ലാരോടും പറയൂന്ന് പറഞ്ഞതോ? എന്റെ റൂം നിങ്ങൾ എടുത്തു, എന്റെ ബെഡ് നിങ്ങൾ എടുത്തു, അവസാനം ഞാൻ ആശിച്ചു വാങ്ങിച്ച ചിക്കൻ നിങ്ങൾ എടുത്തു. നീ ഒന്നും ഒരിക്കലും നന്നാവില്ല, നശിച്ചു പോകത്തേ ഉള്ളൂ. അയ്യോ, കള്ളത്തരത്തിൽ വാങ്ങിക്കഴിച്ച അപ്പൊ നിങ്ങൾ മാത്രം നന്നായിരിക്കോ? എന്തായാലും ഒരു കാര്യം പറഞ്ഞേ പറ്റൂ കുഞ്ഞമ്മേ. ഈ ചിക്കൻ ഉണ്ടല്ലോ, അടിപൊളിയായിരുന്നു. അതേ മുത്തശ്ശി, ഇനിയൊരു 4 പീസ് കൂടെ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. എന്നെ കൂടി തിന്നടാ, എന്നെ കടിച്ച് തിന്ന്. ഈ ഭക്ഷണം നിങ്ങൾക്ക് ദഹിക്കില്ല, വയറിളകത്തേ ഉള്ളൂ. ഛർദിച്ച് നിങ്ങൾക്ക് പണ്ടാറടങ്ങും. ഇതെന്റെ ശാപം. രാവിലെ തന്നെ ഈ വൃത്തിയിട്ടവൻ ഫോൺ ചെയ്യുന്ന എന്തിനാ? ഉടനെ തന്നെ ഈ ഫോൺ നമ്പർ ബ്ലോക്ക് ചെയ്ത് വെക്കണം. എന്താ ബേബി, എന്റെ കോള് നീ കട്ട് ചെയ്യുന്നേ? അവിടെ ആരെങ്കിലും ഉണ്ടോ അതോ നീ ആലോചനയിലാണോ? ഡോണ്ട് കോൾ മീ. കാര്യങ്ങളെല്ലാരും അറിഞ്ഞല്ലോ, ഇനി എന്തിനാ പേടിക്കുന്നേ?